ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ മാർക്കറ്റിൽ പോയി കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാപ്പയും കൂടിയാണ് മാർക്കറ്റിൽ പോയത്. ഒരു മീനൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കേര എന്നാൽ കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചേക്കാണ്. ഇപ്പോൾ നന്നാക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഇനിയും കഴിയണം കൂടി 2 കേര ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചാള ഇരിപ്പുണ്ട്. ചാള കുഞ്ഞിച്ചാള ഉണ്ടോ. അപ്പൊ ഇന്നത്തെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുത്തേന്. എനിക്ക് പോകാൻ പറ്റാത്തൊരു നേരം വരുന്നു. എനിക്ക് വേറെ പരിപാടി ഇല്ല. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിൽ പോയി കേര വേറെ പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മ ചട്ടി അളപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തീയത്തി പോകും വെളിച്ചെണ്ണ വയ്ക്കാൻ വേണ്ട. അടുത്തത് ഉലുവിടാൻ വേണ്ട. സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മ അടുത്തായിട്ട് ഉള്ളിടാൻ വേണ്ട. ഇട് നോക്കി അവിടെ പഴം വെച്ചൊക്കെ കാക്കൂട്ടി വേണ്ട. താളക്കാരാണ് തക്കാളി ഇടാൻ വേണ്ട. പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ. ഇത് നമ്മൂടെ ഇഞ്ചി അരിയാണ്. അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി ഇട്ട് കൊടുക്കാട്ടോ. മുളക് കൂടി ഇട്ട് കൊടുക്കുക. മുളക് കൂടി ഇട്ടിട്ടുണ്ടാ. ഇനി തേങ്ങ വറുത്തരച്ചത് അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുക. അണ്ട ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മ അതിനകത്തോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി പുളി വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ. അണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മളെ കേരട്ട് കൊടുക്കുക. അത് നല്ലോണം കഴുകി വൃത്തിയാക്കണ കേരണ്ടോ. നമുക്ക് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ കേര ഇപ്പൊ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് കുറച്ചു നേരം കഴിയുമ്പോ നല്ലൊരു മണ്ണൊടിക്കും. അപ്പൊ മണ്ണൊടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ടേസ്റ്റ് ചെയ്യാനാ അല്ലെങ്കിൽ തിന്നോക്കാനാ നമുക്ക് പറ്റൂല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പാണ്. നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം ഇനി തിന്നോക്കാനായിട്ട്. പിന്നെ അടുത്തായിട്ട് നമ്മോട് കേര പൊരിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ മസാല തേച്ച് പിടിപ്പിച്ച കേരയാണ്. പിന്നെ ഇതിനകത്തോട്ട് ആദ്യം തന്നെ പിന്നെ അതേപോലെ തന്നെ നമ്മ വെളിച്ചെണ്ണ, പിന്നെ അതിന് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോ തന്നെ നമ്മ ഇതിട്ടുണ്ടായിരുന്നു. നമ്മളെ വേപ്പിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ സാധനം ഇതിനകത്തോട്ട് ഇട്ട് കേറിട്ട് പൊരിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇപ്പൊ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല അടിപൊളി സാധനമായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറാണ്, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് കേരക്കറിയും കൂട്ടി ഒരു പിടി പിടിക്കണ്ടേ. അപ്പൊ അത് നോക്കി ഇനിയിപ്പോ കുറച്ചില്ലടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പൊ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലും ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ.